ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊരു ബ്യൂട്ടിഫുൾ മോർണിംഗ് ആണോ നോക്കൂ. കാണുന്നുണ്ടോ ബാക്കിൽ? ഞാൻ സാമിനെയും കൊണ്ട് നടക്കാൻ വന്നതാണ്. എന്നും ബാക്ക്ഗ്രൗണ്ട് ഒരേപോലെ നിന്ന് എടുക്കണ്ട എന്ന് വിചാരിച്ചു. ഇന്ന് ജസ്റ്റ് പുറത്ത് അവനെ നടക്കാൻ വന്ന സമയത്ത് കുറച്ച് മഞ്ഞും കുറച്ച് എന്താ പറയുക, ഞാൻ പിന്നീട് അങ്ങോട്ട് തിരിച്ചിട്ട് കാണിച്ചു തരാട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന റെസിപ്പിയെക്കുറിച്ച് പറയാം. മനുവിനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഫുൾ ടൈം കഴിച്ചിരുന്ന ഒരു റെസിപ്പിയാണ് മധുരൈ കാരച്ചട്നി. കാരച്ചട്നി വളരെ ഫേമസ് ആണ്. അത് പ്രത്യേകിച്ചിട്ട് മധുരയിലത്തെ കാരച്ചട്നി പറയുകയും വേണ്ട. ഇത് ബർദുബായിൽ മധുര റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. പണ്ട് അവർക്ക് ചെറിയൊരു ബ്രാഞ്ചായിരുന്നു. ഇന്നിപ്പോൾ അവർക്ക് ഒരുപാട് ബ്രാഞ്ചുകളായിട്ടുള്ളൂ. അപ്പോൾ അവിടുന്ന് ഞാൻ ആ കുക്കിനോട് ഫുൾ ടൈം നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ പോയി കഴിക്കുകയാണല്ലോ. അപ്പോൾ അവിടെ പോണ സമയത്ത് ആ കുക്കിനോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അങ്ങനെ ഞാൻ മധുരൈ കാരച്ചട്നി അന്ന് മുതൽ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കണം. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും നിങ്ങൾ കാണാൻ മറക്കരുത്. ഇത് നോക്കൂ എത്ര വലിയ പാർക്കാണ് നോക്കൂ. നല്ല സൂപ്പറായിട്ടുള്ള പാർക്കാണ്. ഒരുപാട് മരങ്ങളും നല്ല ബ്യൂട്ടിഫുൾ കമ്മ്യൂണിറ്റിയാണ് കേട്ടോ. പീസ്ഫുള്ളാണ്, ശാന്തത. പ്രത്യേകിച്ചിട്ട് നമുക്ക് ഈ എന്താ പറയുക, ആ ഒരു ബിസി സിറ്റി ലൈഫ് അങ്ങനെയുള്ളൊരു ലെവലിലേക്കേ അല്ല. എല്ലാം വളരെ കാം ആൻഡ് ക്വയറ്റാണ്. നമ്മളെ കിളികളുടെ ശബ്ദങ്ങളും അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ഒരു വലിയ പാർക്കാണ്. വൈകുന്നേരം ആകുമ്പോൾ ഇത് ഫുൾ നിറയും. ഫുള്ളായിട്ട് കുട്ടികളായിരിക്കും. നല്ലൊരു ഇടയിൽ കൂടെ വരുന്ന എന്താ പറയുക, സൂര്യനും നല്ല തണുപ്പും അങ്ങനെയൊക്കെയാണ് ഈ ഒരു പാർക്ക്. വിനീസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് കേട്ടോളൂ. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. എണ്ണയിലേക്ക് ആദ്യം കുറച്ച് കടുക് ഇടുക. ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കുക, വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കേണ്ട. പിന്നെ നിങ്ങളുടെ കയ്യിന് ഒരു പിടി തോരപ്പരിപ്പ്, ഞാൻ മസൂർ ദാളാണ് ഇടുക. നിങ്ങൾക്കറിയാലോ ഞാൻ തോരപ്പരിപ്പ് ഉപയോഗിക്കാറില്ല. അതേമാതിരി തന്നെ ഒരു പിടി ഉഴുന്ന് പരിപ്പ്, നമ്മൾ ഇഡ്ലിക്കൊക്കെ ഇടുന്ന ഉഴുന്ന് തന്നെയാണ് ഇടുന്നത്. അത് നന്നായിട്ട് വഴറ്റുക. അതിലേക്ക് നല്ല വലിയ ഒരു 4 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ചെറിയ അല്ലിയാണെങ്കിൽ ഒരു 6-7 എണ്ണം എടുത്തോളൂ കേട്ടോ. ഈ ഒരു വെളുത്തുള്ളിയുടെ മണം ആ എണ്ണയിൽ നന്നായിട്ടാവണം. ഇനി ഒരു വലിയ സൈസ് നമ്മുടെ സവോള, ഇനി ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 1.5 കപ്പോളം ചെറിയ ഉള്ളി വേണ്ടി വരും. അത്രയും നേരാക്കാൻ എനിക്ക് പറ്റുമോയെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും സവോളയാണ് ഇടാറുള്ളത്. ഒന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം 1.5 സ്പൂണോളം മുളക് പൊടി. ഇവിടെ ഒരു ചെറിയ വ്യത്യാസം വന്നത് എന്താണെന്ന് വെച്ചാൽ, മൂപ്പര് പറഞ്ഞത് എൻ്റെ അടുത്ത് നിങ്ങൾ മുളക് പൊടി ഉപയോഗിച്ചോളൂ, അവർ മധുരയെന്ന് കൊണ്ടുവരുന്ന മുളക് അരച്ചിട്ട് വരുന്ന പൊടിയാണെന്ന് പറഞ്ഞു. അപ്പം മുളക് അവിടെ നിന്നുള്ള മുളകിനെ തന്നെ പൊടിച്ചിട്ട് വരികയാണെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്കതൊന്നും ഇനി പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മുളക് പൊടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നല്ലോണം കരുവേപ്പിലയും നല്ലോണം മല്ലിയിലയും കൂടിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഈ പരിപ്പും ഈ ഉള്ളിയും എല്ലാം കൂടിയിട്ട് നല്ല പോലെ നല്ല ബ്രൗൺ കളറായി, നല്ല മൂത്ത് അങ്ങനെയൊന്നും ആവണ്ട, എന്നാലും ഒന്ന് നല്ല ബ്രൗൺ കളറൊക്കെ ആയി അതൊന്നോടൊന്ന് ചേർന്ന് നന്നായി ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതിന് വേണ്ട ഉപ്പും ലേശം കായപ്പൊടിയും, എന്താ വെച്ചാൽ ഈ പരിപ്പ് വകകളൊക്കെ ഉള്ളതുകൊണ്ട് അവരതിലേക്ക് കായപ്പൊടി ഇടുന്നത് ഒരു ശീലമുണ്ട്. അപ്പോൾ ഈ കായപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ഒതുങ്ങി വന്നു എന്ന് കാണുന്ന സമയത്ത് നമുക്ക് മിക്സിയിലിട്ടിട്ട് അരയ്ക്കാം. ഓക്കെ, ഒരു ലേശം വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ കാരച്ചട്നിയിൽ ചിലവർ പുളി ഇടുന്നവരും ഉണ്ട്, പുളി ഇടാത്തവരും ഉണ്ട്. ഈ കാരച്ചട്നി പുളി ഇടാത്തതാണ്. ലേശം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഈ പരിപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല കൊഴുത്തിട്ടുള്ള ഒരു ചമ്മന്തി ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. അത് മാത്രമല്ല, നല്ല വെണ്ണ പോലെ അരക്കരുത്. കാരച്ചട്നി എന്ന് പറയുന്നത് തന്നെ നല്ല തരുക്ക് പിരുക്കുന്നുള്ള രീതിയിൽ വേണം ഉണ്ടാവാൻ. എന്നാൽ മാത്രമേ അതിൻ്റെ രുചി നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ നല്ല ബുസ്ക് എന്നുള്ള സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയും കൂടിയിട്ട് അങ്ങോട്ട് സെർവ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ കാര ചട്നി കൂട്ടിയിട്ട് കഴിക്കാൻ
സൂപ്പർ 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 ടേസ്റ്റാണ്. എനിക്ക് എപ്പോൾ മുതൽ ഇഷ്ടമാണ് എന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റാണ്. എൻ്റെ ഇഡ്ഡലി വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. ആ ഇഡ്ഡലിയിൽ നന്നായിട്ട് അങ്ങോട്ട് കാര ചട്നി അങ്ങോട്ട് മുക്കിയിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കൂ. പേരക്കുട്ടികൾ കഴിക്കുന്നു. അച്ഛാ എത്തിയിട്ടില്ല. മധുര കാര ചട്നി എങ്ങനെയുണ്ടോ പറയൂ അമ്മേ? ഇഡ്ഡലി എങ്ങനെയുണ്ട്? സോഫ്റ്റ് ആയിട്ടില്ല ഇഡ്ഡലി. മധുര ചട്നിയാണ് ഭയങ്കര. എരിവിന് എരിവുണ്ട്, മധുരത്തിന് മധുരമുണ്ട്, എല്ലാം പാകം. ഉപ്പ്, മുളക് എല്ലാം ഒന്നും കുത്തണ മാതിരി ഒന്നുമില്ല. എല്ലാം നോർമൽ. ഇഡ്ഡലി കാര ചട്നി, ഒരു കാട്ടൻ കാപ്പിയും കറണ്ടും കൂടി പോയാ അതെ ഗംഭീരായി. ഓക്കെ, എന്ത് പറയാനുണ്ട്? ഇവിടെ അവരടുത്ത് ഇങ്ങോട്ട് നോക്കണം ക്യാമറ. അതാ എന്താ പറയാനുള്ളത്? ഉണ്ടാക്കി നോക്കേ. മസ്റ്റ് ട്രൈ അല്ലേ? എന്താ മസ്റ്റ് ട്രൈ അല്ലേ അമ്മ? നന്നായിട്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഉണ്ടാക്കൂ, കഴിക്കണം. ഭർദുബായില് മനുവിനെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ മധുര കാര ചട്നി വാങ്ങിയിട്ട് വരാൻ വേണ്ടി ഇഡ്ഡലിയും കൂടിയിട്ട് എത്ര കഴിച്ചിരിക്കുന്നല്ലേ? കഴിക്കാൻ ശ്രദ്ധിക്കുക. വിനോദമായ ആചാരങ്ങൾ. അതേമാതിരി രാത്രി കഴിക്കുക, ശ്രദ്ധിക്കുക. രാത്രി 12 മണിക്ക് ദോശ ഉണ്ടാക്കുക. എത്ര സംബന്ധി എത്ര ഈ ചക്കൻ ദോശ വെച്ച് ഇതായിരിക്കണല്ലേ വയറില്? കർമ്മം തന്നെ. നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. ആ ഉഴുന്ന് പരിപ്പിൻ്റെയും തോവരപ്പരിപ്പിൻ്റെയും ഒക്കെ മണമാണ് കാര ചട്നി ഇത്ര സ്പെഷ്യൽ ആക്കുന്നത്. സൂപ്പറായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അമ്മ പറഞ്ഞ മാതിരി ലേശം തൈരും ചോറിന്റെ കൂടെ കിട്ടിയാലും സൂപ്പറാണ്. അതെ അല്ലേ? ഉച്ചക്കൽക്ക് കിട്ടിയാലും നന്നായിരിക്കും. അപ്പോൾ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം പുതിയൊരു റെസിപ്പിയുമായി. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. Winnie's Kitchen.